നമസ്കാരം. ജിസ്മോളുടെയും മക്കളുടെയും മരണം, ഭർത്താവും അമ്മായിയച്ഛനും അറസ്റ്റിൽ. അയർകുന്നത്തെ യുവതിയുടെയും കുഞ്ഞുങ്ങളുടെയും മരണം നിർണായക തെളിവ് കിട്ടി. ഭർത്താവും ഭർത്തൃപിതാവും അറസ്റ്റിലായിരിക്കുന്നു. ഈ വാർത്ത നമ്മൾ കേട്ടതാണ്. എന്നാൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നിഗമനങ്ങളിലേക്ക് എത്തുകയാണ്. ചില സംശയങ്ങൾ, ചില ദുരൂഹതകളൊക്കെ എത്തിച്ചേരുന്നത് ഇപ്പോൾ അറസ്റ്റിലായ ജിമ്മിയിലേക്കാണ്. കോട്ടയം അയർകുന്നത്ത് പിഞ്ചു കുഞ്ഞുങ്ങളുമായി യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഭർത്താവും ഭർത്തൃപിതാവും അറസ്റ്റിലായി എന്നുള്ളതാണ്. മരിച്ച ജിസ്മോളുടെ ഭർത്താവ് നീർക്കോട് സ്വദേശിയായിട്ടുള്ള ജിമ്മിയും ജിമ്മിയുടെ പിതാവ് തോമസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇരുവർക്കുമെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകളൊക്കെ ചുമത്തിയിട്ടുമുണ്ട്. ചോദ്യം ചെയ്യലിൽ ആത്മഹത്യാ പ്രേരണയും ഗാർഹിക പീഡനവും വ്യക്തമാക്കുന്ന നിർണായകമായിട്ടുള്ള ഫോൺ ശബ്ദരേഖ അടക്കം പോലീസിന് ലഭിച്ചു കഴിഞ്ഞു. തുടർന്നാണ് ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 15-ന് ഏറ്റുമാനൂർ അയർകുന്നം പള്ളിക്കുന്നിലാണ് അഡ്വക്കേറ്റ് ജിസ്മോൾ മക്കളായിട്ടുള്ള നേഹ, നോറ എന്നിവരുമായിട്ട് പുഴയിലേക്ക് ചാടി ജീവനൊടുക്കിയത്. വീട്ടിൽ വെച്ച് കുട്ടികൾക്ക് വിഷം നൽകിയ ശേഷം ജിസ്മോൾ കയ്യിലെ ഞരമ്പ് മുറിച്ചിരുന്നു. ഇതിനുശേഷം സ്കൂട്ടറിൽ കടവിലെത്തി പുഴയിലേക്ക് ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ നേരത്തെ പോലീസ് കേസെടുത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വലിയൊരു അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് യുവതിയുടെ കുടുംബം ആദ്യം മുതലേ പറയുന്നുണ്ട്. പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പ്രകോപിപ്പിച്ചത് എന്താണ് എന്നാണ് കുടുംബത്തിന് വ്യക്തതയില്ലാത്തത്. ഇത് കണ്ടെത്തണമെന്നുള്ള ആവശ്യമാണ് അവർ ആദ്യം മുന്നോട്ട് വയ്ക്കുന്നത്. അയർകുന്നത്ത് അഭിഭാഷകയും 2 പെൺമക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജിസ്മോളുടെ ഭർത്താവായ നീർക്കോട് സ്വദേശി ജിമ്മിക്കും ഭർത്താവിൻ്റെ വീട്ടുകാർക്കുമെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളുമായിട്ടാണ് യുവതിയുടെ കുടുംബം ആദ്യം മുതൽ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിലനിൽക്കുന്നത്. ഭർത്താവിൻ്റെ വീട്ടിൽ ജിസ്മോൾ അനുഭവിച്ചത് എന്ന് പറയപ്പെടുന്നത് ക്രൂരമായിട്ടുള്ള മാനസിക പീഡനമായിരുന്നുവെന്നും മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നുമൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം ആദ്യമേ പരാതി നൽകിയിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിക്കും അത്തരത്തിൽ പരാതി നൽകിയിരുന്നു. അഭിഭാഷകയായിരുന്ന യുവതി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, പൊതുവിടങ്ങളിലെ സജീവ സാന്നിധ്യമൊക്കെയായിരുന്നു. അങ്ങനെ ഒരാൾ മക്കളെയും കൂട്ടി ജീവനൊടുക്കിയതിൻ്റെ നടുക്കത്തിലാണ് ആ കുടുംബം എങ്കിൽ കൂടിയും, പക്ഷെ അപ്പോഴും അതിനകത്തെ ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് എന്താണ് എന്നറിയാൻ കുടുംബം ഇപ്പോൾ നിയമവഴിയിലുമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഭർത്താവ് ജിമ്മിയുടെ വീട്ടിൽ ജിസ്മോൾ അനുഭവിച്ചത് എന്ന് പറയപ്പെടുന്നത് കടുത്ത മാനസിക ശാരീരിക പീഡനം എന്നാണ് അച്ഛനും സഹോദരങ്ങളും അടക്കം പറഞ്ഞിരുന്നത്. ജിമ്മിയുടെ അമ്മയും മൂത്ത സഹോദരിയും നിരന്തരം ജിസ്മോളെ മാനസികമായി ഉപദ്രവിക്കുമായിരുന്നുവെന്നും കൂടാതെ ചില സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ചും ജിസ്മോൾ പ്രയാസങ്ങൾ നേരിട്ടിരുന്നുവെന്നും, എന്നാൽ ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ജിസ്മോൾ ഇതൊന്നും തന്നെ തുറന്നു പറയില്ലായിരുന്നു എന്നും കുടുംബം പരാതിപ്പെട്ടിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഭർത്താവിൻ്റെയും അമ്മായിയച്ഛൻ്റെയും ഒക്കെ അറസ്റ്റിൽ വരെ എത്തി നിൽക്കുന്നത് എന്നുള്ളതാണ്. നിറത്തിൻ്റെ പേരിലും സാമ്പത്തികത്തിൻ്റെ പേരിലുമൊക്കെ അമ്മായിയമ്മ അടക്കം ജിസ്മോളെ പീഡിപ്പിച്ചിരുന്നതായിട്ട് ജിസ്മോളുടെ അച്ഛനും സഹോദരനുമൊക്കെ പോലീസിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റുമാനൂർ പോലീസ് ഇതിൻ്റെ അന്വേഷണം നടത്തി കണ്ടെത്തിയ തെളിവുകളുടെ ഒരു അടിസ്ഥാനത്തിലാണിപ്പോൾ ജിമ്മിയും ജിമ്മിയുടെ പിതാവ് തോമസും ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ്. ഇതിന് പിന്നിൽ അല്ലെങ്കിൽ ഇനിയുള്ള തുടരന്വേഷണത്തിൽ ജിസ്മോളുടെയും മക്കളുടെയും ഒക്കെ മരണം ആത്മഹത്യ തന്നെയാണോ അതോ കൊലപാതകമോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ ചില ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇത് കൊലപാതകമാണ് എന്ന തരത്തിലുള്ള സംശയങ്ങളടക്കം പുറത്തു പറയുന്നുമുണ്ട്. അതിലൊക്കെ എത്രത്തോളം ആധികാരികതയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തതയില്ല. അതുകൊണ്ടത് പൂർണ്ണമായി ഞങ്ങൾ പറയുന്നുമില്ല. പക്ഷേ പോലീസിന് ലഭിച്ച ശബ്ദരേഖ അടക്കമുള്ള തെളിവുകളും പിന്നെ ചില സാഹചര്യ തെളിവുകളുമൊക്കെ വിരൽ ചൂണ്ടുന്നത് ജിസ്മോളുടേത് കൊലപാതകമാണോ എന്ന തരത്തിലാണ്. എന്തായാലും അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ ഇതിനകത്തൊരു വ്യക്തത വരൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതായത് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത് വീട്ടിലെ ഫാനിലെ ലീഫ് വളഞ്ഞതും കൂടാതെ ഞരമ്പ് മുറിച്ച് ഇരുചക്ര വാഹനത്തിൽ ജിസ്മോൾ യാത്ര ചെയ്തതും സംശയം ജനിപ്പിക്കുന്നതാണ്. അത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 3.5 കിലോമീറ്ററിലധികം ഈ മുറിഞ്ഞ ഞരമ്പുമായിട്ട് സഞ്ചരിക്കുവാൻ കഴിയുമോ?
അഥവാ കഴിഞ്ഞാൽ തന്നെ എവിടെയെങ്കിലും രക്തം വാർന്നൊഴുകി ബോധം നശിച്ച് റോഡിൽ എവിടെയെങ്കിലും വീഴേണ്ടതല്ലേ? ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ സംശയിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട്, ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയും. ജിസ്മോൾ ആത്മഹത്യ ചെയ്തതാണോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കൊന്ന് പുഴയിലെറിഞ്ഞതാണോ എന്നൊക്കെ. കാരണം ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തേണ്ടതാണ്. എന്തായാലും അപ്പൻ്റെയും മകൻ്റെയും ഈ അറസ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഒരു സൂചനയാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.